1996 നവംബർ 7 മദ്രാസ് നഗരം ദീപാവലി ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് വീഴുവാൻ തുടങ്ങുന്ന സമയം. മന്ദവല്ലി പോലീസ് സ്റ്റേഷനിലെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചു കൊണ്ടിരുന്നു. മന്ദവല്ലി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൻ്റെ ബാക്ക് സീറ്റിനടിയിൽ അനാഥമായി കിടക്കുന്ന ഒരു ട്രാവൽ ബാഗിനെക്കുറിച്ചായിരുന്നു ആ മെസ്സേജ്. അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും ചോരപ്പാടുകളും കണ്ട യാത്രക്കാർ ഭയന്ന് വിറച്ചു. പോലീസ് ഓടിയെത്തി. വിറയ്ക്കുന്ന കൈകളോടെ ആ ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച പോലീസുകാരെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നതായിരുന്നു. കൈകാലുകളോ തലയോ ഇല്ലാത്ത മനുഷ്യബോഡിയുടെ ഉടൽഭാഗം മാത്രമായിരുന്നു അതിൽ. ഭാരതത്തെ മുഴുവൻ ഞെട്ടിച്ച റാഗിംഗ് എന്ന ക്രൂരതയ്ക്കെതിരെ നിയമം വരാൻ കാരണമായ പൊൻ നവരസു എന്ന പേര് അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. തമിഴ്നാട്ടിലെ ചിദംബരം രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പൊൻ നവരസു. മദ്രാസ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ PK പൊന്നുസ്വാമിയുടെ പ്രിയപ്പെട്ട മകൻ. നവംബർ 6-ാം തീയതി അവൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. "അപ്പ, നാളെ ദീപാവലി വെക്കേഷൻ തുടങ്ങുകയാണ്, ഞാൻ വരുന്നുണ്ട്" എന്നായിരുന്നു ആ മെസ്സേജ്. എന്നാൽ നവംബർ 7-ാം തീയതി കഴിഞ്ഞിട്ടും നവരസു എത്തിയില്ല. മകൻ തിരക്കിലായിരിക്കും എന്ന് കരുതി അച്ഛൻ സമാധാനിച്ചു. പക്ഷേ 10-ാം തീയതി ആയിട്ടും മകനെ കാണാതായതോടെ ആ അച്ഛൻ ചിദംബരത്തെ തിരിച്ചു. ഹോസ്റ്റലിൽ എത്തി നോക്കിയപ്പോൾ നവരസുവിൻ്റെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. പൂട്ട് പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ടത് അലക്ഷ്യമായി കിടക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളുമാണ്. അവൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടില്ല എന്ന് അതോടെ ഉറപ്പായി. അച്ഛൻ പോലീസിൽ പരാതി നൽകി. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഉടൽ ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. നവരസുവിനെ കാണാതായതോടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പേര് പോലീസിന് ലഭിച്ചു: ജോൺ ഡേവിഡ്. അതേ കോളേജിലെ സീനിയർ വിദ്യാർത്ഥി. ജൂനിയർ കുട്ടികളെ ക്രൂരമായി റാഗ് ചെയ്യുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു ജോൺ. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ ആരും അവനെ നോക്കിയിരുന്നില്ല. എന്നാൽ നവരസു വ്യത്യസ്തനായിരുന്നു. വലിയൊരു പദവിയിലിരിക്കുന്ന അച്ഛൻ്റെ മകനായതുകൊണ്ടും റാഗിംഗ് നിയമവിരുദ്ധമാണെന്ന ബോധ്യമുള്ളതുകൊണ്ടും നവരസു ജോൺ ഡേവിഡിന് വഴങ്ങിയില്ല. തൻ്റെ മുന്നിൽ തലകുനിക്കാത്ത ആ ജൂനിയർ പയ്യൻ ജോൺ ഡേവിഡിൻ്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. പകയോടെ അവൻ അവസരത്തിനായി കാത്തിരുന്നു. നവംബർ 6 വൈകുന്നേരം നവരസു കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയ സമയം ജോൺ ഡേവിഡ് സൗഹൃദം നടിച്ച് നവരസുവിനെ സമീപിച്ചു. "നമുക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം" എന്ന് പറഞ്ഞ് അവൻ നവരസുവിനെ തൻ്റെ മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. മറ്റുള്ളവർ TV കാണാൻ പോയ സമയം നോക്കി മുറി ലോക്ക് ചെയ്ത് ഡേവിഡിൻ്റെ മുഖം മാറി. അവൻ നവരസിനോട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ആജ്ഞാപിച്ച ശേഷം തൻ്റെ ഷൂസ് നക്കി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അപമാനത്താൽ നവരസു അത് നിരസിച്ചു. "ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല" എന്ന് നവരസു ഉറപ്പിച്ചു പറഞ്ഞു. കലി തുള്ളിയ ജോൺ ഡേവിഡ് നവരസിൻ്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. ആ ഒരൊറ്റ അടിയിൽ തന്നെ നവരസു എന്ന 19-കാരൻ തറയിൽ വീണു. മിടിപ്പ് നിലച്ചു. തൻ്റെ റൂമിൽ വെച്ച് കൊലപാതകം നടന്നുവെന്ന യാഥാർത്ഥ്യം ജോൺ ഡേവിഡിനെ ഭയപ്പെടുത്തി. മൃതദേഹം ഒളിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. കോളേജ് ലാബിൽ നിന്നും മോഷ്ടിച്ച സർജിക്കൽ കത്തികൾ ഉപയോഗിച്ച് ഒരു ഡോക്ടർ ആകാൻ കൊതിച്ച ആ വിദ്യാർത്ഥിയുടെ ശരീരം ജോൺ ഡേവിഡ് കഷ്ണങ്ങളാക്കി. തലയും കൈകാലുകളും വെട്ടിമാറ്റി. തല ഒരു കവറിലും കൈകാലുകൾ മറ്റൊരു കവറിലും ഉടൽഭാഗം ഒരു വലിയ ട്രാവൽ ബാഗിലും ആക്കി. ചോരപ്പാടുകൾ മായ്ച്ച് അന്ന് രാത്രി തന്നെ അവൻ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറി. യാത്രക്കിടയിലെ തലയും കൈകാലുകളും വിജനമായ സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞു. എന്നാൽ ഉടൽ അടങ്ങിയ വലിയ ബാഗ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയാൻ അവന് സാധിച്ചില്ല. ചെന്നൈയിൽ ഇറങ്ങിയ അവൻ ബസ് സ്റ്റാൻഡിലെ ഒരു ബസ്സിൽ കയറി ആ ബാഗ് സീറ്റിനടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. നവംബർ 11-ന് മന്നാർക്കുടി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തി "ഞാനാണ് അവനെ കൊന്നത്" എന്ന് പറഞ്ഞ് അവൻ കീഴടങ്ങി. പോലീസ് കസ്റ്റഡിയിൽ ആദ്യം മൗനം പാലിച്ചെങ്കിലും പിന്നീട് അവൻ കുറ്റം ഏറ്റുപറഞ്ഞു. നവരസുവിൻ്റെ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. DNA ടെസ്റ്റിലൂടെ അത് നവരസു തന്നെയാണെന്ന് ഉറപ്പിച്ചു. 98 മാർച്ചിൽ വിചാരണ കോടതി ജോൺ ഡേവിഡിനെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു.